കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ കാലത്തിലും ഞങ്ങളോട് സജീവമായി ഇടപെടുന്ന അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ആ വചനത്തെ വീണ്ടും ധ്യാനിപ്പാനായി ഞങ്ങൾ ഒരുങ്ങുന്നു. നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ചിന്തകളും നിനക്ക് പ്രസാദകരമായിരിക്കാൻ കർത്താവേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൈവവചനത്തെ നീ ഞങ്ങൾക്ക് പകർന്നു തരണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ വേദപഠനത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ യോനായുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മുടെ പഠനങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ആദ്യത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങളെ ആധാരമാക്കി പഠനം നടത്താൻ നമുക്ക് ഇടയായി. ഇന്നലെ ഞാൻ എൻ്റെ പഠനങ്ങൾക്ക് തലക്കെട്ട് കൊടുത്തിരുന്നത് സമർപ്പണങ്ങളിലെ ഒളിച്ചോട്ടങ്ങൾ എന്നുള്ളതായിരുന്നു. ദ റൺഅവേസ് ഇൻ ആർ സറണ്ടേഴ്സ്. ഇന്ന് അതിൻ്റെ തുടർച്ചയെന്നോണം സാങ്ച്വറീസ് ഇൻ ആർ സറണ്ടേഴ്സ്, സമർപ്പണങ്ങളിലെ ആരാധനാലയങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ തലക്കെട്ട്. യോനായുടെ പുസ്തകം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും 2 ആരാധന ആലയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. There are 2 sanctuaries in the 1st and 2nd chapters of Jonah. ഈ 2 ആരാധനാലയങ്ങളും നടക്കുന്നത് പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കഥ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. പണ്ട് കാലത്ത് ഇടവക അംഗങ്ങളൊക്കെ അച്ഛന്മാരുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി വരും. ചിലപ്പോൾ വരുമ്പോൾ തങ്ങൾ വളർത്തുന്ന പക്ഷി മൃഗാദികളെയൊക്കെ കൊണ്ടുവരും. അവയുടെ രോഗം മാറ്റാൻ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ആവശ്യം. ഒരിക്കൽ ഒരു സ്ത്രീ തൻ്റെ കോഴിയുമായി അച്ഛൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. സ്ത്രീയുടെ ആവശ്യം വസന്തരോഗം പിടിപെട്ട ഈ കോഴിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അവർക്ക് നിർബന്ധം അച്ഛൻ പുസ്തകം നോക്കി തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ അച്ഛൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ദേവാലയത്തിനുള്ളിൽ പോയി ഒരു പുസ്തകമൊക്കെ എടുത്തു വന്ന് പ്രാർത്ഥിച്ചു. ഈ സ്ത്രീ കോഴിയുമായി മടങ്ങിപ്പോയി ഗേറ്റ് കടക്കുന്നതിന് മുമ്പേ കോഴി ചത്തുപോയി. അപ്പോൾ ഈ സ്ത്രീക്ക് ഭയങ്കര പ്രയാസമായി. അച്ഛൻ്റെ അടുക്ക് തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്ത് പണിയാണ് കാണിച്ചത്? ഇതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തോ ഒരു കുഴപ്പമുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അകത്ത് പോയി വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു, ഒരു പ്രശ്നം പറ്റി, പ്രാർത്ഥന മാറിപ്പോയി. കോഴിക്ക് പകരം കുതിരയ്ക്കുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥിച്ചത്, ഓവർ ഡോസായി പോയി എന്ന് പറഞ്ഞു. പ്രാർത്ഥനകളെക്കുറിച്ച് അനവധി ചിന്തകളുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രാർത്ഥനകൾക്ക് നമുക്ക് ചില നിർവചനങ്ങളുണ്ട്. എപ്പോൾ പ്രാർത്ഥിക്കണം, എവിടെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നവരാണ്. അതിനൊന്നും കുഴപ്പമില്ല, ഞാനതൊന്നും ഒരു കുഴപ്പമായി പറയുകയുമല്ല. എന്നാൽ 2 വ്യത്യസ്തങ്ങളായ പ്രാർത്ഥന അനുഭവങ്ങളാണ് യോനായുടെ പുസ്തകത്തിലുള്ളത്. ആദ്യത്തേത് ഇറ്റ് വാസ് എ ഫ്ലോട്ടിംഗ് സാങ്ച്വറി. അതൊരു സഞ്ചരിക്കുന്ന വെള്ളത്തിന്മേൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാരാധനാലയമായി
യോന കയറിയ കപ്പൽ. ഈ പഴയ നിയമ ചരിത്രത്തിന് മുൻപ് തന്നെ ആരാധനാലയങ്ങൾ ആളുകളുടെ അഭയസ്ഥാനമായിരുന്നു. പ്രത്യേകിച്ച് മരണം ഭയക്കുന്നവരോ മരണത്തിന് വിധിക്കപ്പെട്ടവർക്കോ താൽക്കാലികമായി തങ്ങളുടെ പ്രാദേശിക ഇടങ്ങളിലുള്ള ദൈവങ്ങളുടെ ആലയത്തിൽ അഭയം പ്രാപിക്കാമായിരുന്നു. അങ്ങനെ ഒരു ചരിത്രം വേദപുസ്തകത്തിന് മുൻപ് തന്നെ രൂപപ്പെട്ടിരുന്നു എന്ന് എഴുത്തുകാരൊക്കെ പറയുന്നുണ്ട്. So the sanctuaries were an abiding place for the people who fear death. മരണത്തെ ഭയപ്പെടുന്നവർക്കോ മരണം വിധിക്കപ്പെട്ടവർക്കോ ആരാധനാലയങ്ങൾ ഒരു അഭയസ്ഥാനമായിരുന്നു എന്ന് പഴയ നിയമത്തിന് മുൻപുള്ള കാലത്ത് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. എന്തുകൊണ്ടാണ് ഈ കപ്പലിനെ ഒരു ആരാധനാലയം എന്ന് വിളിക്കുന്നത്? 3 reasons that can make this boat a sanctuary. ഒന്ന്, this boat became a refuge to Jonah and others. ഈ കപ്പൽ യോനയ്ക്കും അതിൽ യാത്ര ചെയ്തിരുന്നവർക്കും ഒരഭയസ്ഥാനമായി മാറി. രണ്ടും വ്യത്യസ്ത സാഹചര്യങ്ങളാണെന്ന് മാത്രം. യോന ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുമ്പോൾ യോനയ്ക്ക് അഭയം നൽകിയത് ഈ കപ്പലാണ്. കടലിൽ വലിയ കോളും തിരയും കാറ്റുമൊക്കെ ഉണ്ടായപ്പോൾ ഈ കപ്പലിൽ യാത്ര ചെയ്തിരുന്നവരുടെ അഭയസ്ഥാനമായി ഈ കപ്പൽ മാറുകയാണ്. അപ്പോൾ ദിസ് വാസ് എ റെഫ്യൂജ് ടു ബോത്ത് ജോന ആൻഡ് ദ സെയിലേഴ്സ്. അത് ഈ കപ്പലിനെ ഒരു ആരാധനാലയമാക്കി മാറ്റുന്നുണ്ട്. 2, this boat became a sanctuary when they offered prayers in the boat. ഈ കപ്പലിൽ നമ്മൾ കാണുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ, അത് യോനയാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. പക്ഷെ കപ്പലിനുള്ളിലുണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം പ്രാർത്ഥിക്കുകയാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരവരുടെ ദേവനോട് പ്രാർത്ഥിക്കുകയാണ്. അവസാനം എല്ലാവരുടെയും പ്രാർത്ഥന യഹോവയിങ്കലേക്ക് കേന്ദ്രീകരിക്കുന്നുമുണ്ട്. വിവിധ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ബട്ട് ദി സബ്ജക്റ്റ് ഓഫ് പ്രെയർ വാസ് സെയിം ഫോർ എവ്രി വൺ. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ വിഷയം ഒന്ന് തന്നെയാണ്. ഈ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഈ കപ്പലിനെ ഒരു സാങ്ച്വറിയാക്കി മാറ്റുന്നുണ്ട്. 3, ഈ സഞ്ചരിക്കുന്ന ആലയത്തിൽ ദൈവത്തോട് പ്രതിജ്ഞകളും യാഗങ്ങളുമൊക്കെ അർപ്പിക്കപ്പെടുന്നുണ്ട്. അതും ഈ കപ്പലിനെ ഒരു ആരാധനാലയമാക്കി മാറ്റുകയാണ്. കപ്പലിനുള്ളിൽ യോന ഒഴിച്ചുള്ളവർ ദൈവത്തിന് നന്ദി കരയറ്റുകയും ദൈവത്തിന് പ്രതിജ്ഞകൾ നേരുകയും ദൈവത്തോട് യാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാനായി സാധിക്കും. അപ്പോൾ ഈ കാറ്റിലും കോളിലും അലഞ്ഞു തിരിഞ്ഞ ഈ കപ്പൽ, ദിസ് ഹാസ് ബിക്കം എ സാങ്ച്വറി ഫോർ ദിസ് പീപ്പിൾ. ഈ ഫ്ലോട്ടിംഗ് സാങ്ച്വറിയിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അതിന് കാരണം നമുക്കറിയാം. വലിയ തിരയും കോളും കാറ്റും എല്ലാം സംഭവിക്കുന്നു. യോന ഉറങ്ങുകയാണ്, പക്ഷെ മറ്റുള്ളവരെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന നമ്മെ പല കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത ചിന്തകൾ അതിലേക്ക് കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നും വിശ്വാസികളായ നമുക്ക് എന്താണ് പഠിക്കാനായിട്ടുള്ളത്? ഒന്ന്, they prayed and they also worked hard. അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുകയും ചെയ്തു.
എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ദൈവത്തോട് അവർ നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. വലിയ പ്രാർത്ഥനയുടെ ശബ്ദമുയരുന്നു. പക്ഷെ അതോടൊപ്പം തങ്ങളെ കൊണ്ടാവുന്നതുപോലെ ഈ കപ്പലിനെ രക്ഷിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആദ്യം തങ്ങളുടെ കയ്യിലുള്ള ചരക്കുകളെല്ലാം കടലിൽ എറിഞ്ഞു കളയുന്നു. പിന്നീട് ശ്രമകരമായി തണ്ടുവലിച്ച് കപ്പൽ കരക്കെത്തിക്കാനായി ശ്രമിക്കുന്നു. ഇതെന്താ നമ്മോട് പറയുന്നത്? പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ പ്രവർത്തനവും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും വി പ്രേ ആൻഡ് സിറ്റ് ഐഡിൽ. നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ അലസരായി ഇരിക്കുകയും ചെയ്യും. അതിന് ഫലമുണ്ടാവില്ല എന്നുള്ളത് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. So they prayed and also worked hard. 2, ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ഈ പ്രതിസന്ധിയെ ആത്മീകമായി വിലയിരുത്താൻ അവർ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിത പ്രതിസന്ധികളിലെ ദൈവ അനുഭവങ്ങളോ ദൈവിക ഇടപെടലുകളോ ദൈവ സാന്നിധ്യമോ നമ്മൾ തിരിച്ചറിയാറില്ല. They realized the spiritual element in this storm. ഈ പ്രതിസന്ധിയിലെ വ്യത്യസ്ത ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അവർ തിരിച്ചറിയുകയാണ്. അവർക്ക് മനസ്സിലായി, ദിസ് ഇൻസിഡൻറ്റ് ഹാസ് എ ഡിവൈൻ എലമെൻറ്റ്. ഇത് ജീവിതത്തിൻ്റെ വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ രൂപപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്നതാണ്. നമ്മൾ ഓർക്കണം, ദൈവത്തിൻ്റെ ഇടപെടൽ അവർ മനസ്സിലാക്കുകയും ഈ കാറ്റും കോളും തമ്മിൽ ആത്മീകമായും ദൈവികമായും ചില ബന്ധങ്ങളുണ്ട് എന്നവർ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഈ കാറ്റിനോടും കോളിനോടുമുള്ള അവരുടെ സമീപനത്തിന് വലിയ മാറ്റം വരികയാണ്. They realize that there are life situations where human are limited. ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലും മനുഷ്യന് പരിമിതികളുണ്ട്, പരിധികളുണ്ട് എന്ന് അവർ തിരിച്ചറിയുകയും ഇതിൽ ആത്മീകതയെ കണ്ടെത്തുകയും ചെയ്യുകയാണ്. 3, ഈ വേദഭാഗം നമ്മോട് പറയുന്നത്, ഈ കപ്പലിനുള്ളിൽ യാത്ര ചെയ്യുന്നവരാരും ദൈവവിശ്വാസികൾ, യഹോവയായ ദൈവത്തെ വിശ്വസിക്കുന്നവരാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ കപ്പലിലാകെയുള്ളത് ദൈവവിശ്വാസിയായി യഹോവയായ ദൈവത്തിലുള്ള വിശ്വാസമുള്ള ഒരാളേ ഉള്ളൂ, യോനയാണത്. ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ യഥാർത്ഥ ദൈവവിശ്വാസിയായ യോന ചെയ്യാത്തത് പലരും ഇവർ ചെയ്യുന്നുണ്ട്. They feared and worshipped God more than what Jonah did. യോന എന്താ ഇവിടെ ചെയ്യുന്നത്? യോന നല്ല സുഖമായി ഉറങ്ങുകയാണ്. മറ്റുള്ളവർ തീവ്രമായി പ്രാർത്ഥിക്കുമ്പോൾ യോന നന്നായി ഉറങ്ങുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യേശുവിൻ്റെ രൂപമാണ്. ശിഷ്യന്മാരുമായി കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ വലിയ കാറ്റും തിരയും ഉണ്ടായപ്പോൾ യേശു ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ ഭയന്ന് നിലവിളിച്ചു. എന്നാൽ യോനയും യേശുവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യോന കിടന്ന് ഉറങ്ങുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഓടിയൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ യേശു ഉറങ്ങുന്നത് പൂർണ്ണമായി ദൈവ സാന്നിധ്യത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ്. തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. യോന ദൈവ സാന്നിധ്യത്തിൽ നിന്നും ഓടി ഒളിക്കുന്നു, ദൈവത്തെ മറന്ന് മുൻപോട്ട് പോകുന്നു. പക്ഷേ വള്ളത്തിൽ ഉറങ്ങുന്ന യേശു അങ്ങനെയല്ല.
Jesus was completely in the presence of God. എന്തുകൊണ്ടാവാം യോന പ്രാർത്ഥിക്കാതെ ഇരുന്നത്? ബാക്കിയുള്ളവരെല്ലാം പ്രാർത്ഥിക്കുകയാണ്. യോന പ്രാർത്ഥിച്ചെന്ന് ഈ വേദഭാഗത്തിൽ പറയുന്നേയില്ല. അവർ വന്ന് നിർബന്ധിക്കുന്നുണ്ട്, നീ നിന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്. പക്ഷെ യോന പ്രാർത്ഥിക്കുന്നില്ല. യോന വേറെന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉറങ്ങുന്നു. ഉറങ്ങിയതിന് ശേഷം അവരോട് പറയുന്നു, ഞാനാണിതിന് കാരണം, ഞാൻ ദൈവത്തെങ്കിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ എടുത്ത് കടലിൽ ഇട്ട് കളയുക. ഇതൊക്കെ യോന ചെയ്യുന്നുണ്ട്. ബട്ട് ഹി വാസ് നോട്ട് പ്രേയിങ്. ഒരുപക്ഷെ അത്തരത്തിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു ധൈര്യം യോനയ്ക്കില്ല. കാരണം യോനയ്ക്ക് നന്നായിട്ട് അറിയാം, ഹി വാസ് മൂവിങ് അവേ ഫ്രം ഗോഡ്. ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന് യോനയ്ക്ക് നല്ല നിശ്ചയമുള്ളതുകൊണ്ട് ഒരുപക്ഷെ യോനയുടെ ഒരു സെൽഫ് പ്രൈഡും അവൻ്റെ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരു സമർപ്പണവും അവനില്ലാത്തതുകൊണ്ട് യോന പ്രാർത്ഥിച്ചില്ല. ബാക്കിയുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. നാലാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ വളരെ വിചിത്രമായ ഒരു കാര്യവും സംഭവിക്കുന്നുണ്ട്. ഈ യോന പ്രാർത്ഥിക്കുന്നില്ല, അവിശ്വാസിയായി ഈ ആളുകളുടെ മുൻപിൽ നിൽക്കുകയാണ്. യോന ഇവിടെ എത്താനുള്ള കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ അനുസരണമില്ലായ്മയും ദൈവത്തോടുള്ള സമർപ്പണത്തിൽ നിന്നുള്ള ഓടിയൊളിക്കലുമാണ്. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം അവസാനിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് അനുകൂലമായിട്ടാണ്. ഇത് വളരെ സങ്കീർണമായൊരു പ്രശ്നത്തിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അനുസരണക്കേടുകളും അവിശ്വാസവും മറ്റുള്ളവരുടെ വിശ്വാസത്തിന് കാരണമാവുമോ? ഇത് വല്ലാതെ നമ്മളെ ചോദ്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മുടെ തിന്മയും പാപങ്ങളും അനുസരണക്കേടും ദൈവത്തിന് ഉപയുക്തമാക്കാൻ സാധിക്കുമോ? വളരെ സങ്കീർണമായ ചോദ്യമാണ്. ഇതിന് സമാനമായ ഒരു സാഹചര്യം വേദപുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ ജോസഫിൻ്റെ മുൻപിൽ സഹോദരന്മാരൊക്കെ വന്ന് നിൽക്കുകയാണ്. ജോസഫിൻ്റെ മുൻപിൽ സഹോദരന്മാരൊക്കെ വന്ന് നിൽക്കുമ്പോൾ ജോസഫ് സഹോദരന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ ഉപദ്രവിച്ചതും വിറ്റുകളഞ്ഞതിലും വ്യസനിക്കേണ്ട. ഇപ്പോൾ ഇത് സംഭവിക്കാൻ അത് കാരണമായി തീർന്നു. ഇത് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. നമ്മുടെ അവിശ്വാസവും നമ്മുടെ പാപങ്ങളും അനുസരണക്കേടും അതിൽ നിന്ന് നന്മയുണ്ടാവുമോ? ഞാനതിനെ നോക്കിക്കാണാനായി ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളും അനീതികളും പാപങ്ങളും അത് തെറ്റും അനീതിയും പാപങ്ങളും തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനെ പോലും ദൈവത്തിന് മറ്റൊന്നാക്കി തീർക്കാൻ സാധിക്കും. അതുകൊണ്ടെന്നാൽ പാപം ചെയ്തേക്കാം, ദൈവത്തിന് ഇത് മാറ്റാൻ കഴിയുമല്ലോ. അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത്. ഇന്നത്തെ രൂപാന്തരത്തിനും അനുരഞ്ജനത്തിനും സൗഖ്യത്തിനും ഭൂതകാലത്തെ നമ്മുടെ തെറ്റുകളും പാപങ്ങളും കാരണമാവുന്നുണ്ടെങ്കിൽ ആ തെറ്റുകളും പാപങ്ങളും ന്യായീകരിക്കാനല്ല, ഇന്നിൻ്റെ സൗഖ്യത്തിനായി അതിനെ വ്യത്യസ്തമായി നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. ഇത് വളരെ സങ്കീർണമായ ഒരു ആത്മീക പ്രശ്നമാണ്. യോന അവിശ്വസ്തതയും അനുസരണക്കേടും കാണിച്ചതുകൊണ്ടല്ലേ ഈ ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചത്? അപ്പോൾ അത് സംഭവിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം. അത് സംഭവിക്കേണ്ടതായിരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനപ്പുറമായി, അങ്ങനെ സംഭവിച്ചെങ്കിലും God can transform that
ഈവൻ ദാറ്റ് ഫോർ എ ന്യൂ പേർപ്പസ്. ഇത് ചരിത്രത്തിൽ പലയിടത്തുമുണ്ട്. ഞാൻ ഒന്നും കൂടെ വളരെ വ്യക്തമായി പറയട്ടെ. ഭൂതകാലങ്ങളിൽ നടന്ന തിന്മയും അനീതിയും ഒന്നും വെള്ളപൂശാനല്ല, അതെല്ലാം തിന്മയും അനീതിയും തന്നെയാണ്. എന്നാൽ ഇന്ന് അതിൽ നിന്നും ചില നന്മയുണ്ടായെങ്കിൽ അതിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വേദഭാഗം നമ്മൾ വായിച്ചു വരുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടെ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യോന അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എടുത്ത് കടലിലിട്. പക്ഷെ അവരിടുന്നില്ല. നിങ്ങൾ ആ വേദഭാഗം വായിക്കുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. യോന എടുത്തവരാദ്യം കടലിലിടുന്നില്ല. യോന പറഞ്ഞിട്ടും അവർ വീണ്ടും വളരെ ശക്തമായി തണ്ടു വലിച്ച് കരക്കെത്തിക്കാനായി നോക്കുകയാണ്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഈ വേദഭാഗം. സമുദ്രം പിന്നെയും കോപിച്ചു, കോൾ പെരുകി, അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദേ ട്രൈഡ് ഹാർഡ് അഗെയിൻ. അവർ വീണ്ടും തണ്ടുവലിച്ച് കരയ്ക്ക് എത്താൻ ശ്രമിക്കുകയാണ്. എനിക്ക് ഈ മനുഷ്യരോട് വലിയ ബഹുമാനമാണ് തോന്നുന്നത്. യോന അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞു, എന്നെ എടുത്ത് കടലിലിടുക. പക്ഷെ ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം യോനയുടെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജീവൻ നശിപ്പിച്ചിട്ട് രക്ഷ വേണ്ട എന്നവർ തീരുമാനിക്കുകയാണ്. അവസാനം അവർ വീണ്ടും യോന എടുത്ത് കടലിൽ ഇടുന്നുണ്ട്. എങ്കിൽ പോലും ഈ ആദ്യം ഭാഗം നമ്മൾ വായിക്കുമ്പോൾ യോന പറഞ്ഞ സൊല്യൂഷൻ ചെയ്തിരുന്നെങ്കിൽ കാര്യം നടന്നേനെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം മറ്റൊരു ജീവനെ ബഹുമാനിക്കണം എന്നതിൻ്റെ അടിസ്ഥാനപരമായ ഘടകമാണ്. ഒരുപക്ഷെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും മറ്റൊരു ജീവനെ നശിപ്പിക്കാൻ അവർ തയ്യാറാവുന്നില്ല. വീണ്ടും അവർ ശ്രമിച്ചു പരാജയപ്പെടുമ്പോഴാണ് വീണ്ടും യോനയെടുത്ത് കടലിലിടുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹൗ സ്ട്രോങ് വി റെസ്പെക്റ്റ് അനദർ ലൈഫ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മറ്റൊരു ജീവനോടുള്ള നമ്മുടെ ബഹുമാനം എത്രത്തോളമുണ്ട്? ഇതൊരു വലിയ ചോദ്യമാണ്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം ആരും ജീവിച്ചില്ലേലും എനിക്ക് ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലോകമാണ്. ആരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ കാര്യം ശരിയാവണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ മീഡിയയിൽ നോക്കിയാലും സിനിമയിൽ നോക്കിയാലും എല്ലാം വയലൻസാണ്. ഞാൻ അവസാനം കണ്ട ഒരു സിനിമ പണി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. എന്തൊരു വയലൻസാണ് അതിനകത്ത്. തുടക്കം മുതൽ അവസാനം വരെ മനുഷ്യജീവനെ നശിപ്പിച്ച് കളയാൻ യാതൊരു മടിയുമില്ലാത്ത ആളുകളെ നമ്മൾ അങ്ങനെയുള്ളവരുണ്ടാവാം. പക്ഷേ ഈ മീഡിയയുടെ പ്രസൻറ്റേഷൻ ഭയങ്കരമാണ്. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊക്കെ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത് ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വലിയ ഞെട്ടലാണ് നമുക്കുണ്ടാവുക. അന്ന് കൊലപാതകങ്ങൾ അത്ര സജീവമായി നടന്നിരുന്ന ഒരു സമയമല്ല. ഇന്നങ്ങനെയല്ല. അപ്പോൾ എനിക്കതിൽ ഇന്നിപ്പോൾ ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊന്നും ഞെട്ടത്തില്ല. എന്താ കാര്യം? അവർ ജനിക്കുന്ന സമയം മുതൽ അവർ കളിക്കുന്നത് ഗെയിംസ് മുഴുവൻ വയലൻസാണ്. നിങ്ങൾ ചുമ്മാ ഇരുന്ന് കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്ന് ഇരുന്നാൽ മതി. അവർ കാണുന്ന കാർട്ടൂണുകൾ മുഴുവൻ വയലൻസാണ്. ഈ വാളുകൊണ്ടൊക്കെയുള്ള ഗെയിമുണ്ട്. ഇങ്ങനെ വെട്ടി 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 അങ്ങ് പോവുകയാണ്. വരുന്നവരെ മുഴുവൻ വെട്ടി വീഴ്ത്തിയാണ് പോകുന്നത്. ഈ വാഹനങ്ങളുടെ ഗെയിമുണ്ട്. ആരെയും ഇടിച്ച് ഇട്ടിട്ട് പോകാൻ ഒരു കുഴപ്പമില്ല. ഇതൊരു വലിയ അപകടകരമായ സാഹചര്യമാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നത് സ്വന്തം അപ്പനെയും അമ്മയും ഒക്കെ കൊല്ലാൻ പോലും യാതൊരു മടിയുമില്ലാത്ത കുഞ്ഞുങ്ങൾ. അത് ലഹരിയൊക്കെ നമ്മൾ
പഴി പറഞ്ഞേക്കാം, അതുണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത്, മറ്റൊരു ജീവനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്ത ഒരു സംസ്കാരം ഈ വേദഭാഗം നമ്മെ വല്ലാതെ വെല്ലുവിളിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ജീവനെ ഏതറ്റം വരെ പോയാൽ സംരക്ഷിക്കാൻ സാധിക്കും? ഈ മനുഷ്യർ ചെയ്യുന്നത് അതുതന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഭാഗത്ത് നിന്ന്. ഈ യോന പറയുന്നുണ്ട് ഇവരോട്, എന്നെ എടുത്ത് കടലിലിട്ടു, അതാണ് പരിഹാരം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ യോന കടലിൽ ചാടാതെ ഇരുന്നത്? എന്നാൽ പിന്നെ യോനയ്ക്ക് അങ്ങ് ചാടിയാൽ പോരായിരുന്നു. എന്തിനാണ് ഈ മനുഷ്യരെ കൊണ്ട് യോനയെ എടുത്ത് കടലിൽ ഇടിയിപ്പിക്കുന്നത്? യോന could have jumped into the sea and committed suicide. ഒരു ആത്മാഹൂതി നടത്തി ഈ മനുഷ്യരെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ യോന ചെയ്യുന്നില്ല. ഈ മനുഷ്യരോട് പറയുന്നു, നിങ്ങൾ എന്നെ എടുത്ത് കടലിലിടണം. ഇതും എന്നെ ചിന്തിപ്പിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ യോന എടുത്ത് കടലിൽ ചാടിയിരുന്നെങ്കിൽ യോനയ്ക്കൊരു വലിയ വീരപരിവേഷമൊക്കെ കിട്ടിയേനെ. ഒരു മനുഷ്യൻ്റെ സൂയിസൈഡ് കൊണ്ട് ഒരു കൂട്ടം ആളുകളെ രക്ഷിക്കാൻ യോനയ്ക്ക് സാധിച്ചു. ഒരു നല്ല അപ്രീസിയേഷനൊക്കെ കിട്ടി. യോന ഒരു ശൂര പരാക്രമണിയായി തീർന്നേനെ. എന്നാൽ എനിക്ക് തോന്നുന്നത്, അങ്ങനെ ചെയ്യാതെ ഇരുന്നത് കൊണ്ട് ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൽ വിശ്വസിച്ചു. ഈ ആളുകൾ യഹോവയായ ദൈവത്തിൽ വിശ്വസിക്കാൻ ഉണ്ടായ ഒരു കാരണം, പല കാരണങ്ങളുണ്ടാവാം. ഒരു കാരണം, they did an act of faith. അവർ വിശ്വാസത്തിൻ്റെ ഒരു എടുത്തുചാട്ടം നടത്തി എന്ന് വേദപുസ്തകം പറയുകയാണ്. അത് യോനയെടുത്ത് കടലിലിടുന്നതിലൂടെയാണ്. യോനയെടുത്ത് കടലിലിട്ടപ്പോൾ they made a leap of faith. അത് യോന സൂയിസൈഡ് ചെയ്തിരുന്നെങ്കിൽ അതും ഉണ്ടാകുമായിരുന്നില്ല. യോന ആത്മാഹൂതി നടത്തി വീരപരിവേഷം പ്രാപിച്ച് ഇവരെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അവരെ രക്ഷിക്കുന്നത് യോനയല്ല, അവരുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഇത് നമ്മെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മൾ ചെയ്യുന്ന വിശ്വാസത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം പീപ്പിൾ. നമുക്ക് വീരപരിവേഷം കിട്ടാനല്ല. യോന ഒരു ആത്മാഹൂതി നടത്തിയിരുന്നെങ്കിൽ, ഒരു ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അവനൊരു ഹീറോ ആയി തീർന്നേനെ. ബട്ട് ഹിയർ ദ ഹീറോ ഈസ് നോട്ട് ജോന ബട്ട് ഗോഡ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വീരപരിവേഷം തരുന്ന ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇഫ് യു ആൻഡ് ഐ വാണ്ട് another person to believe in God, we need to take the acts of faith. വിശ്വാസത്തിൻ്റെ ഒരു എടുത്തുചാട്ടം നിർവഹിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. അതുകൊണ്ട് ഈ ഫ്ലോട്ടിംഗ് സാങ്ച്വറി നമ്മെ ഒത്തിരി കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഫൈനലി ദേ ബിലീവ്ഡ് ഇൻ ഗോഡ്. അതവിടെ പറയുന്നുണ്ട്. അവർ യഹോവയെ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. ഈ ഫ്ലോട്ടിംഗ് സാങ്ച്വറി ബിക്കെയിം എ ഹൗസ് ഓഫ് ഫെയ്ത്ത്. ഇതൊരു വിശ്വാസത്തിൻ്റെ കൂടാരമായി തീരുകയാണ്. ഈ കപ്പൽ ഒരു വിശ്വാസത്തിൻ്റെ കൂടാരമായി തീരുന്നു. ഈ വിശ്വാസത്തിൻ്റെ കൂടാരത്തിൽ ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ തിരിച്ചറിയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇവിടെ ഞാൻ പങ്കെടുത്ത മറ്റൊരു വേദ പഠനത്തിൽ ഇതുപോലെ കാരാഗ്രഹങ്ങൾ എങ്ങനെയാണ് ആലയങ്ങളായി തീരുന്നത് എന്നതിനെക്കുറിച്ചൊരു പരാമർശമുണ്ടായി. പ്രത്യേകിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ അത് കാണുന്നുണ്ട്. കാരാഗ്രഹങ്ങൾ ആലയങ്ങളായിത്തീരും. അപ്പോൾ ഈ ബൈബിൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒരാളൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഈ ബൈബിൾ
പഠനമെടുത്ത ആളോട് ചോദിച്ചു, അച്ഛൻ പറഞ്ഞു നോക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇന്ന് ആലയങ്ങളെല്ലാം കാരാഗ്രഹങ്ങളായി തീരുകയാണ് എന്ന് പറഞ്ഞു. നമുക്കിന്ന് കാരാഗ്രഹങ്ങളെ ദൈവാലയങ്ങളാക്കാം, പക്ഷേ ആലയങ്ങൾ കാരാഗ്രഹങ്ങളാവുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി അതിനെ ഒന്ന് വിലയിരുത്തണം. ഈ ഷിപ്പ്, ഈ കപ്പൽ ഒരു വിശ്വാസത്തിൻ്റെ കൂടാരമായി തീർന്ന അനേക ആളുകൾ വിശ്വാസത്തിലേക്ക് വരികയാണ്. ഒരു നിമിഷം നമ്മളെല്ലാവരും ഒന്ന് ആലോചിക്കണം, നമ്മുടെ ആരാധനാലയങ്ങൾ ആളുകളുടെ വിശ്വാസത്തിൻ്റെ രൂപീകരണത്തിന് യഹോവയെ കണ്ടെത്തുന്ന ഇടങ്ങളായി ഇന്ന് രൂപപ്പെടുന്നുണ്ടോ? ഈ ചോദ്യം നമ്മളെല്ലാവരും നമ്മോട് ചോദിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഞാൻ ചിന്തിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സാങ്ച്വറിയിലേക്ക് നമുക്ക് വരാം. ഈ വേദഭാഗം നമുക്ക് കാട്ടിത്തരുന്ന ദ സെക്കൻഡ് സാങ്ച്വറി ഈസ് ദ ബെല്ലി ഓഫ് ദ ഫിഷ്. ഈ മത്സ്യത്തിൻ്റെ വയറാണ് രണ്ടാമത്തെ ആരാധനാലയം. ഒന്നാം അധ്യായം അവസാനിക്കുന്നത് ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി അത് യോനയെ വിഴുങ്ങി എന്ന് നമ്മോട് പറഞ്ഞിട്ടാണ്. ഈ അനുഭവം, നൗ ജോന ഈസ് ഇൻ ദ ബെല്ലി ഓഫ് ദ ഫിഷ്. ഈ മത്സ്യത്തിൻ്റെ വയറ്റിലാണ് ഇപ്പോൾ ജോന. ഇതെന്താ ശരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, യോനയുടെ ഈ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുക? 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിലാണ് ജോന. പക്ഷെ യോനയ്ക്ക് അറിയില്ല അടുത്ത ദിവസം മത്സ്യം യോനയെ കരയിൽ ഛർദ്ദിക്കുമെന്ന്. പിന്നെ യോനയ്ക്ക് എന്തറിയാം? യോനയ്ക്ക് ഒരു കാര്യം അറിയാം, മത്സ്യം എന്നെ വിഴുങ്ങി, ഞാനിപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിലാണ്. ചില ആളുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ജോന ഈസ് ഇൻ എ ലിമിനൽ സ്പേസ് എന്നാണ്. എന്താണ് ഈ ലിമിനൽ സ്പേസ്? ലിമിനൽ സ്പേസ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കാണ്. ആൻ ഇൻ ബിറ്റ്വീൻ സ്പേസ്. യോനയ്ക്ക് എന്താ സംഭവിച്ചതെന്നും മനസ്സിലാവുന്നില്ല, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അല്പം ജീവനുണ്ടിപ്പോൾ. ഇനിയും എത്ര നാൾ ഈ ജീവൻ ഉണ്ടാകുമെന്ന് യോനയ്ക്ക് യാതൊരു നിശ്ചയവുമില്ല. So Yona was in a liminal space. ഈ ലിമിനൽ സ്പേസിനെ യോന വിശേഷിപ്പിക്കുന്നത് 2-ാം അധ്യായത്തിൽ വളരെ വിശദമായി എഴുതിയിട്ടുണ്ട്. ഈ 2-ാം അധ്യായത്തെ നമ്മൾ വായിക്കുമ്പോൾ യോന ഈസ് ലൈക്ക് എ പോയറ്റ്. ഒരു കവിയെപ്പോലെ താൻ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തെ യോന വിവരിക്കുകയാണ്. ഇത് വളരെ മനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ പറയുന്നത് ഈ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ അങ്ങോട്ടെന്താണെന്നറിയില്ല, കഴിഞ്ഞതെന്താണെന്ന് യോനയ്ക്ക് വലിയ നിശ്ചയമില്ല. ഒരു മത്സ്യം വിഴുങ്ങി എന്ന് മാത്രം അറിയില്ല, എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും അറിയില്ല. ഇനി ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ മത്സ്യത്തിന് ആഹാരമായി തീരുക എന്നത് മാത്രമാണ് യോനയുടെ മുൻപിലുള്ള ചോയ്സ്. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത് യോന പാട്ട് പാടുന്നു, യോന പ്രാർത്ഥിക്കുന്നു. വേറെ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യൻ്റെ അത് യോനയുടെ ഈ പ്രാർത്ഥനയിൽ അത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. യോന പറയുന്ന 1-2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിപ്പോൾ പാതാളത്തിൻ്റെ വയറ്റിലാണ്. ഐ ആം ഇൻ ദ ബെല്ലി ഓഫ് ഷിയോൾ എന്നാണ് പറയുന്നത്. ഷിയോൾ എന്ന് പഴയ നിയമത്തിൽ പറയുന്നത്, പാതാളം എന്ന് പഴയ നിയമത്തിൽ പറയുന്നത്, ഇറ്റ് ഈസ് അബൌട്ട് ആൻ അണ്ടർ വേൾഡ്. പഴയ നിയമത്തിൻ്റെ ഒരു എപ്പിസ്റ്റമോളജി അനുസരിച്ച്, ജ്ഞാനശാസ്ത്രം അനുസരിച്ച് ഷിയോൾ എന്ന് പറയുന്നത് സംതിങ് ബിനീത്ത് ദി എർത്ത്. അത് ശരിയോ തെറ്റോ, സയൻറ്റിഫിക്കായി ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യമല്ല. ഈ ഷിയോൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ അങ്ങനെയാണ്. അത് മാത്രമല്ല, ഷിയോൾ എന്ന് പറയുന്നത് ആളുകൾ മരണശേഷം എത്തിപ്പെടുന്ന സ്ഥലമാണ്. പീപ്പിൾ ഡിസെൻഡ് അറ്റ് ഡെത്ത്.
മരണത്തിൽ ആളുകൾ എങ്ങോട്ട് പോകുന്നു, ആ സ്ഥലത്തിൻ്റെ പേരാണ് ഷിയോൾ, പാതാളം എന്നതുകൊണ്ട്. അപ്പോൾ യോന പറയുന്നു, ഞാൻ ഇപ്പോൾ അവിടെയാണ് എന്ന് പറഞ്ഞാൽ ഇൻ എ വേ യോന കൺഫേംസ് ഹിസ് ഡെത്ത്. യോനയുടെ മരണം യോന സ്ഥിരീകരിക്കുകയാണ്. യോന പറയുന്നു, ഞാനിപ്പോൾ ഐ ആം അറ്റ് ദി ബെലി ഓഫ് ഷിയോൾ, ഞാൻ പാതാളത്തിൻ്റെ വയറ്റിലാണ്. രണ്ട്, യോന പറയുന്നത് ഐ ആം ഇൻ ദ ഡീപ്പ്, ഞാൻ ആഴങ്ങളിലാണ്, സമുദ്രങ്ങളുടെ ആഴങ്ങളിലാണ്. അതും ഒരു പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരിടമാണ്. അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. സമുദ്രത്തിലെ പുല്ല് എൻ്റെ തലപ്പാവായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യോന ഇൻ എ വേ ഇമാജിനിങ് ദി ഡീപ്പസ്റ്റ് പോയിന്റ് ഓഫ് ദി സീ. സമുദ്രത്തിൻ്റെ ആഴങ്ങളുടെ ഏറ്റവും അടിയിലാണ് യോന ഇപ്പോൾ. പിന്നീട് പറയുന്നു, ഞാൻ പർവ്വതത്തിൻ്റെ അടിവാരത്തോളം പോയിരിക്കുന്നു. ഇതൊക്കെ മനോഹരമായിട്ടാണ് യോന പറയുന്നത്. ഈ യോനയുടെ ഇന്നത്തെ ഈ സ്റ്റേറ്റിനെ വിവരിക്കാൻ വേറെ അധികം വാക്കുകൾ വേണ്ട. അവസാനം യോന പറയുന്നു, ഐ ആം ഇൻ എ പിറ്റ്, ഞാനൊരു വലിയ കുഴിയിലാണ്. അപ്പോൾ യോനയുടെ ജീവിതത്തിൻ്റെ ഒരു ലിമിനൽ സ്പേസാണിത്. ഇനി എന്ത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു നിശ്ചയവുമില്ല. പക്ഷേ ഇവിടെ യോന ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ പ്രാർത്ഥനയിലെ ഓരോ വരികളും ഓരോ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ യോന പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ പണ്ട് കാലത്ത് പഠിച്ച സങ്കീർത്തനങ്ങളുടെ ഓർമ്മയായി തീരുകയാണ്. അപ്പോൾ യോന ഇവിടെ ഉരുവിടുന്ന ഈ പ്രാർത്ഥന, ദിസ് ഈസ് പാർട്ട് ഓഫ് ദി സാംസ്. യോന ഉരുവിട്ടുകൊണ്ടിരുന്ന പ്രാർത്ഥനകളുടെ, സങ്കീർത്തനങ്ങളുടെ ഒരാകത്തുക ഈ ലിമിനൽ സ്പേസിൽ സംഭവിക്കുകയാണ്. ഇതിനെക്കുറിച്ച് മറ്റൊരു വിവരണമുള്ളത്, യോനയുടെ ഇന്നത്തെ അവസ്ഥ, there are fish dwellers in this world. ഈ ലോകത്തിൽ ഇങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിയുന്ന ആളുകളുണ്ട്. മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിയുന്ന ആളുകളുടെ ലോകമാണിത്. വി ഹാവ് ഫിഷ് ഡ്വല്ലേഴ്സ്. യോനയെപ്പോലെ മത്സ്യത്തിൻ്റെ വയറ്റിൽ, പാതാളത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞുകൂടുന്ന അനേക ആളുകളെ യോന റെപ്രസെൻ്റ് ചെയ്യുകയാണ്. യോനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? യോനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ യോന ചെയ്യുന്നുണ്ട്. ഒന്ന്, യോന പ്രാർത്ഥിക്കുകയാണ്. കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് യോനയോട് തന്നെ ചോദിക്കാം, യോനായെ, നിനക്കിങ്ങനെ ഒരു ജീവിത അനുഭവം വരണമായിരുന്നോ പ്രാർത്ഥിക്കാൻ? നിനക്കിങ്ങനെ ഒരു ജീവിത അനുഭവം വരണമായിരുന്നോ പാട്ടുപാടാൻ? എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അവിടെയൊന്നും പ്രാർത്ഥിക്കാതെയും പാടാതെയും ഇരുന്ന നീ ഇപ്പോൾ ഈ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ പ്രാർത്ഥനയിലും പാട്ടിലും കഴിച്ചു കൂട്ടുകയാണ്. നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, മനുഷ്യന് വേറൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയാണിത്. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ. ഫിഷ് ഡ്വല്ലേഴ്സ്, മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞുകൂടുന്നവർ, ജീവിതത്തിൻ്റെ പ്രതീക്ഷകളുടെ എല്ലാ കിരണങ്ങളും അവസാനിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യോനയുടെ പ്രാർത്ഥന ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ പ്രയർ ഓഫ് റിയലൈസേഷൻ. ഇതൊരു തിരിച്ചറിവിൻ്റെ പ്രാർത്ഥനയാണ്. ഇവിടെ യോന പറയുന്ന കാര്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഒന്ന്, യോന പറയുന്നത്, ദൈവമേ, ഞാൻ നിന്നിൽ നിന്നും വളരെ ദൂരെയാണ്, ബട്ട് യു ആർ നിയർ ടു മീ. ഞാൻ നിന്നിൽ നിന്നും വളരെ ദൂരെയാണെങ്കിലും നീ എനിക്ക് സമീപസ്ഥനായിരിക്കുന്നു. Jonah realizes that even when he is away from God, God is still close by.
ദൈവത്തിൽ നിന്നും വളരെ ദൂരെയാണ് ഞാൻ എന്ന് യോന തിരിച്ചറിയുമ്പോഴും he still finds a God who is close by. രണ്ട്, യോന പറയുന്നു, യോന റിമെമ്പേഴ്സ് ദാറ്റ് ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് റെസ്റ്റോറേഷൻ. ഈ പോയിന്റിൽ യോന തിരിച്ചറിയുന്നു, ഈ ദൈവം മാത്രമേ എനിക്ക് രക്ഷയ്ക്കായിട്ടുള്ളൂ. There is only one person who can restore me is God. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോന തന്നെ പറയുന്നു, രക്ഷ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. Salvation comes from God. യോന തിരിച്ചറിയുന്നു, നിലവിളിക്കുമ്പോൾ ഉത്തരം തരാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് ദൈവമാണ്. ഈ പ്രാർത്ഥന മുഴുവൻ ദൈവത്തെക്കുറിച്ചുള്ള യോനയുടെ ചില തിരിച്ചറിവുകളാണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചപ്പോൾ പറഞ്ഞു, ദൈവത്തെക്കുറിച്ച് വളരെ വികലമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് യോന. പക്ഷെ ഇവിടെ ഹി റിയലൈസസ് ഹൂ ദിസ് ഗോഡ് ഈസ്. ഈ ദൈവം ആരാണെന്നുള്ള വലിയ തിരിച്ചറിവിലേക്ക് യോന വരികയാണ്. 2, ദിസ് പ്രേയർ ഈസ് എ പ്രേയർ ഓഫ് റിപ്പൻറ്റൻസ്. ഇതൊരു അനുതാപത്തിൻ്റെ പ്രാർത്ഥനയായി മാറുകയാണ്. ചില ആളുകളെങ്കിലും പറയുന്നുണ്ട്, ഒരു നേരിട്ട് യോന നടത്തുന്ന ഒരു കൺഫെഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ അതിലേക്ക് നമ്മെ നയിക്കുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത്, യോന പക്ഷെ ഉറപ്പായി പറയുന്നു, ഞാൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. നിലവിളി, ലാമൻറ്റ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ വിവിധ ഇടങ്ങളിൽ അനുതാപത്തിൻ്റെ പ്രതികരണമാണ്. ദ ലാമൻറ്റ് ഓഫ് റിപ്പൻറ്റൻസ്. അനുതാപത്തിൻ്റെ പ്രതികരണങ്ങൾ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും. ലാമൻറ്റ് ഈസ് എ സിംബൽ ഓഫ് റിപ്പൻറ്റൻസ്. അനേക ഇടങ്ങളുണ്ട് അത്തരത്തിൽ. യഹൂദൻ്റെ ഒരു വലിയ പെരുന്നാളാണ് യോം കിപ്പൂർ എന്ന് പറയുന്നത്. യോം കിപ്പൂർ എന്ന് പറയുന്നത് എ ഡേ ഓഫ് റിപ്പൻറ്റൻസ്. എ ഡേ ഓഫ് റിപ്പൻറ്റൻസിൽ എ ഡേ ഓഫ് ഫാസ്റ്റിംഗ്, അതാണ് യോം കിപ്പൂർ. അപ്പോൾ ഈ ഡേ ഓഫ് റിപ്പൻറ്റൻസിലും ഡേ ഓഫ് ഫാസ്റ്റിങ്ങിലും ഉച്ച കഴിഞ്ഞുള്ള സമയം അവർ വായിക്കുന്നത് യോനയുടെ ഈ പ്രാർത്ഥനയാണ്. ഒരു രാവിലെ മുഴുവൻ അനുതാപത്തിലും ഉപവാസത്തിലും കഴിഞ്ഞുകൂടുന്ന ജനം ഉച്ച കഴിഞ്ഞ് ഈ പ്രാർത്ഥന ചൊല്ലിയാണ് യോം കിപ്പൂർ അതിൽ അവർ പങ്കെടുക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു, വേദപുസ്തകത്തിൽ ഉടനീളം ഈ അനുതാപത്തിൻ്റെ നിലവിളികളെ നമ്മൾ കാണുന്നുണ്ട്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യോശിയാവ് ആലയം ശുദ്ധീകരിക്കുമ്പോൾ, 2 രാജാക്കന്മാർ 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ. ആലയം ശുദ്ധീകരിക്കുമ്പോൾ തിരുവചനത്തിൻ്റെ ഒരു പ്രതി കിട്ടി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശിയ രാജാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, കം ലെറ്റ് us റീഡ് ദിസ്, നമുക്കിത് വായിക്കാം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അങ്ങനെ വായിച്ചപ്പോൾ ഒരു വലിയ നിലവിളി ഉണ്ടായി എന്നാണ്. ആ ലമൻ്റ് എന്ന് പറയുന്നത്, ദൈവമേ, നിൻ്റെ വചനപ്രകാരമല്ലല്ലോ ഞങ്ങൾ ജീവിക്കുന്നത് എന്നോർത്തിട്ടുള്ള ഒരു റിപ്പൻറ്റൻസിൻ്റെ, അനുതാപത്തിൻ്റെ, കുമ്പസാരത്തിൻ്റെ നിലവിളിയായിരുന്നു. ഇതുപോലെ തന്നെ എസ്രാ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ ജനം പ്രവാസത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ എസ്രാ പുരോഹിതൻ ഇതുപോലെ ജനത്തെ കൂട്ടിയിട്ട് ദൈവവചനം വായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവവചനം വായിക്കുമ്പോഴും ഒരു വലിയ നിലവിളി ഉണ്ടായതായി അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വേദപുസ്തകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ലാമൻറ്റ് ഈസ് എ സിംബൽ ഓഫ് റിപ്പൻറ്റൻസ്. ഇവിടെ യോന നിലവിളിക്കുകയാണ്. യോനയുടെ പല തിരിച്ചറിവുകൾ നമ്മൾ കണ്ടു. അങ്ങനെ തിരിച്ചറിയുന്ന യോനയ്ക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും? താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയങ്ങളും ദിവസങ്ങളും, താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഇടങ്ങളും യോന തിരിച്ചറിയുകയും അതിന് നിലവിളിക്കുകയും ചെയ്യുകയാണ്. 3, ഈ പ്രാർത്ഥന, ഇറ്റ് ഹാസ് ബിക്കം എ പ്രേയർ ഓഫ് താങ്ക്സ് ഗിവിങ്. താഴേക്ക് നമ്മൾ വായിച്ചു വരുമ്പോൾ യോന സ്തോത്രാർപ്പണം നടത്തി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. ഇതിനെ അവിടെ ചേർത്ത് വച്ചിട്ട് മറ്റൊരു കാര്യം കൂടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഈ പ്രാർത്ഥന മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ, വാസ് ദിസ് പ്രേയർ എ പ്രേയർ ഇൻ പാസ്റ്റ് ടെൻസ്? ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് നോക്കിക്കേ. അതൊരു ഭൂതകാലത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രാർത്ഥനയാണോ? ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം യോന ഇവിടെ പറയുന്നതൊന്നും, യോന ദൈവത്തോട് പറയുന്നില്ല എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നില്ല. യോന ദൈവത്തോട് പറയുന്നില്ല എന്നെ വിടുവിക്കണേ എന്ന് പറയുന്നില്ല. പക്ഷെ യോന പറയുന്നുണ്ട്, ഞാൻ വിളിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. ഞാൻ സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്ന് ആയിരുന്നു, പക്ഷെ നീ എന്നെ കയറ്റിയിരിക്കുന്നു. എപ്പോഴാണ് പറയുന്നത്? when he is in this liminal space. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്താകുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തിരിക്കുന്ന അവസ്ഥയിൽ യോനയുടെ പ്രാർത്ഥന പാസ്റ്റ് ടെൻസിലാണ്. ഇതിനെക്കുറിച്ച് ചില വേദപണ്ഡിതന്മാർ പറയുന്നത് ദിസ് പ്രേയർ ഈസ് എ ലേറ്റർ അഡീഷൻ എന്ന് പറയുന്നവരുണ്ട്. ഒരുപക്ഷെ ഈ സംഭവങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓറലായി റിട്ടണായി ഒക്കെ സംവേദനം ചെയ്ത് വന്ന് അവസാനം പ്രാർത്ഥന ചേർത്തപ്പോൾ അത് പാസ്റ്റ് ടെൻസിലായി പോയതാണ് എന്ന് പറയുന്നവരുണ്ട്. ഒരു പോസിബിലിറ്റിയാണത്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത്, യോന ഈ പ്രാർത്ഥന ഇവിടെ നടത്തുമ്പോൾ ഇതൊരു താങ്ക്സ് ഗിവിങ് പ്രയറാണ്. എന്തിനാണ് താങ്ക്സ് ഗിവിങ്? രക്ഷപ്പെട്ടിട്ടില്ല, ഇപ്പോഴും ബെല്ലിയിലാണ്, വയറ്റിലാണ്. പക്ഷെ യോന പറയുന്നു, നീ എന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എന്നെ വിടുവിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ദൈവമക്കളെ, ഇതൊരു എ റെസ്റ്റോറേഷൻ ഓഫ് ഫെയ്ത്ത് ആണ്. അത് മാത്രമല്ല, എ റിമംബറൻസ് ഓഫ് വാട്ട് ഗോഡ് ഡിഡ് ഇൻ ദ പാസ്റ്റ്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു തിരിച്ചുപിടിക്കലാണ്. ഇത് കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. ഈ അന്തമില്ലാത്ത, അന്തമെന്താകുമെന്നറിയാത്ത ജീവിത സാഹചര്യങ്ങളിൽ ദൈവം എന്നെ വിടുവിക്കുമെന്നുള്ള ഒരു അഫർമേഷനും കൂടെയാണ്. അപ്പോൾ ദിസ് പ്രേയർ ഇസ് എ പ്രേയർ ഇൻ ദ പാസ്റ്റ് ടെൻസ്. അതുകൊണ്ടാണ് യോനയ്ക്ക് നന്ദി പറയാൻ പറ്റുന്നത്. യോനയ്ക്ക് നന്ദി പറയാൻ പറ്റുന്നതിൻ്റെ കാരണം, ഇന്ന് ഞാൻ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളെല്ലാം ദൈവമേ നീ മാറ്റിയിരിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയാണ് യോന പ്രാർത്ഥിക്കുന്നത്. എന്നെ വിടുവിക്കണേ, എന്നെ രക്ഷിക്കണേ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ യോന പറയുന്നത്, ഞാൻ നിലവിളിച്ചു, നീ കേട്ടു, ഞാൻ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലാണ്, നീ എന്നെ വിടുവിച്ചു. രക്ഷ യഹോവയ്ക്കുള്ളതാണ്, ഞാൻ അതുകൊണ്ട് നിനക്ക് നന്ദി പറയും. ഒരു കാര്യം കൂടെ, ഇറ്റ് വാസ് എ പ്രയർ ഓഫ് സറണ്ടർ ടു. ഇതൊരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന കൂടെയായിരുന്നു. യോന ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ്. ഇത് ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതെല്ലാം ഇതിലുണ്ട്. ഞാൻ അടുത്ത ദിവസങ്ങളിൽ പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ ഈ പ്രാർത്ഥന നോക്കുമ്പോൾ ഇത് ഒരു സമ്പൂർണ്ണ സറണ്ടറിൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ സാങ്ച്വറീസ് ഓഫ് സറണ്ടേഴ്സ്, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസായി മാറണം. ജീവിതത്തിൽ സമർപ്പണങ്ങൾക്കുള്ള ആരാധന ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഒത്തിരി നോർമാലിറ്റീസിനെ ഇത് അട്ടിമറിക്കുന്നുണ്ട്. ഇറ്റ് സബ്വേർട്സ് ദി സ്റ്റീരിയോടൈപ്സ് ഓഫ് പ്രയർ. എവിടെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം, ഇതിനൊക്കെ നമുക്ക് ചില രീതികളുണ്ട്. അത് ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യത്തിൽ ആത്മാവിൽ ദൈവത്തെ അതുകൊണ്ട് ഒരു പ്രാർത്ഥന ഇടം വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല, എന്നാൽ ഏതിടത്തെയും പ്രാർത്ഥന ഇടമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. എനി പ്ലേസ്, എനി സ്പേസ് കുഡ് ബി എ സ്പേസ് ഓഫ് പ്രയർ. അത് ഏത് ജീവിത അനുഭവങ്ങളിലും നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഞാൻ നമ്മുടെ നാട്ടിൽ ആരാധനാലയങ്ങളൊക്കെ മൂടി പിടിപ്പിക്കുകയും വലുതായി പണിയുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഞാൻ വെസ്റ്റിൽ യാത്ര ചെയ്ത സമയത്ത് കണ്ടിട്ടുള്ള വലിയ കത്തീഡ്രൽസാണ്. എല്ലാം അടഞ്ഞു പൂട്ടിക്കിടക്കുകയാണ്.
ആരാധിക്കാൻ ആളില്ല, പ്രാർത്ഥിക്കാൻ ആളില്ല. പലതും മ്യൂസിയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ ഒരു വലിയ ചോദ്യവും ഇത് വയ്ക്കുന്നുണ്ട്. നമ്മൾ ആരാധനാലയങ്ങളുടെ വലിപ്പവും മോടിയും ഒക്കെ കൂട്ടുകയാണ്. കുഴപ്പമില്ല, നമുക്ക് അഭിമാനിക്കാം, നമുക്കൊരു വലിയ ആരാധനാലയമുണ്ട്. ഇഫ് ദാറ്റ് നോട്ട് ബിക്കമിങ് എ പ്ലേസ് ഓഫ് പ്രയർ. യൂറോപ്പിൽ സംഭവിച്ചത് നമുക്കും സംഭവിക്കാം എന്ന് നമ്മൾ മറന്നു പോകരുത്. ദർ ഇസ് എ പോസിബിലിറ്റി. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കോഷൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് എനി പ്ലേസ് കുഡ് ബി എ പ്ലേസ് ഓഫ് പ്രയർ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.